ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വീണ്ടും ഞാനൊരു ഫുഡ് വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ അബുദാബിയിലുള്ള മദീന മാളിലോട്ട് പോയത്. അവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഫുഡിൻ്റെ തന്നെ ഒരു ഫ്ലോർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ലുലുമാളിലൊക്കെ കാണില്ലേ, അതായത് ഒരു സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് താലിയും പള്ളിച്ചോറാണ്. അപ്പം ഭാഗ്യം കൊണ്ട് താലി ആദ്യം തന്നെ വന്നിട്ടോ. അപ്പം അത് നമ്മുടെ നാട്ടിലെ താലി പോലെയുള്ള ഈ ചെറിയൊരു സംഭവമാണ് താലി. നാട്ടിൽ നല്ല വലിയ റൗണ്ട് ഷേപ്പിലുള്ള പ്ലേറ്റിൽ കുറേ ഐറ്റംസ് ഒക്കെ ഇല്ലേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇത്ര ഉള്ളു. പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് വന്നത് പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ റൈസ്, പപ്പടം, പിന്നെ പരിപ്പ്, ചീരക്കറി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ബീഫ് കറി, പിന്നെ തൈരുണ്ടായിരുന്നു, പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. ഇത്ര ഐറ്റംസാണ് താലിയിൽ വന്നത്. പിന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ഒരു അവകാഡോ ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്ന ഉടനെ തന്നെ ലൂക്ക് അത് പൊട്ടിച്ച് കുടിക്കാനുള്ള പ്ലാനിലാണ്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. നിങ്ങൾക്കറിയാലോ, അത് കുടിച്ചിട്ട് പിന്നെ അവൻ ഫുഡ് കഴിക്കാൻ യാതൊരു ചാൻസില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഫുഡ് വരാൻ ലേറ്റാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൂക്കിന് ആ നേരം കൊണ്ട് ഫുഡ് കൊടുക്കാമെന്ന് വെച്ച് പ്ലേറ്റ് സെപ്പറേറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ താലിലുള്ള കുറച്ച് റൈസും ചിക്കൻ കറിയും ബീഫ് കറിയും കുറച്ച് ചീര എടുത്തായിരുന്നു. പക്ഷെ അവന് ചീര വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവന് ചിക്കൻ ഫ്രൈയും ബീഫിൻ്റെ ഇതും കൂടി കൂട്ടിയാണ് ആ റൈസ് കഴിച്ചത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ ഞങ്ങൾ കാണുന്നില്ല എന്ന് വിചാരിച്ച് അവൻ ഓരോരോ സുപ്പായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഷേക്ക്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നൈസായിട്ട് ഞാനത് നീക്കി വെച്ചു. അങ്ങനെ നോക്കിയിരുന്ന് എൻ്റെ പള്ളിച്ചോറ് എത്തിയിട്ട് കേസ് നല്ല ഭംഗിയായിട്ടാണ് അവർ സെർവ് ചെയ്തേക്കുന്നത്, നല്ല ഇലയിൽ. ബാക്കി എല്ലാ ഐറ്റംസും നമ്മുടെ താലിയിലെ സെയിം സംഭവം തന്നെയാണ്. പക്ഷേ ആക്ച്വലി ഡിഫറെൻ്റ് ആയിട്ട് വന്നത് ഈ കാണുന്ന ഒണിയൻ സലാഡും പിന്നെ എന്തുമായിരുന്നു ഈ കാണുന്ന നമ്മുടെ ചമ്മന്തിയും പിന്നെ ബീട്രൂട്ട് പിക്കിളുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ട് വന്നു. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് താലിയിൽ തന്നെ സെയിം ആയിരുന്നു. അപ്പോൾ എനിക്ക് പരിപ്പ് കറിയും തൈരുണ്ടെങ്കിൽ പിന്നെ ഞാൻ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുവാണ് നമ്മുടെ നെയ്ച്ചോറ്, ബിരിയാണി, മന്തി, റൈസ് എല്ലാത്തിനൊപ്പം എനിക്ക് ഈ രണ്ടൊരു കോംബോ കയറിപ്പോക്കോളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ എപ്പോൾ ഫുഡിൻ്റെ വ്ളോഗ് ഇട്ടാലും ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതാണ്. വീഡിയോയിലും കമൻറ്റ് ചെയ്യാറുണ്ട്. പേഴ്സണലി എന്നെ അറിയാവുന്നൊരു മെസ്സേജ് കാരണം കൊച്ചിനൊന്നും കൊടുക്കത്തില്ല, നിങ്ങൾ മാത്രമുള്ള ഇത് കഴിക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമില്ല, കൊച്ചിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ആഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അവന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് അവൻ്റെ പ്ലേറ്റിൽ തീരുന്നതനുസരിച്ച് ഞാൻ എൻ്റെ പ്ലേറ്റിൽ നിർത്തി ഫില്ലും ചെയ്യുന്നുണ്ട് കേട്ടോ ആ പ്ലേറ്റിലേക്ക്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ അങ്ങനെ ഒരു സംഭവം ചോദിക്കരുത് കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ചാണ് ചേട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നത്. പാവം ചേട്ടൻ വിശന്നിരിക്കണേണ്. ചേട്ടൻ എനിക്ക് കൈ ഇട്ടേനെ, ഇനി എനിക്ക് വീഡിയോ എടുത്തരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫുഡ് കഴിക്കുന്ന ഒന്ന് എടുത്ത് തന്നേന്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കൂടെ നിർബന്ധിച്ച് ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ ലാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഡെസേർട്ട് ഒറ്റക്ക് കഴിച്ചിട്ട് വേറെ ആർക്കും കൂടുതൽ വേറെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റ കഴിച്ചു. പിന്നെ ലൂക്കോസിൻ്റെ ഏതോ ഒരു പെങ്കൊച്ചിനെ വായി നോക്കി ഇരിക്കുന്നുണ്ട്. ചേട്ടൻ്റെ എല്ലാം മോൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.